മച്ചന്മാരെ ഇനി ഒരു ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ഥലം പോത്തൻകോടാണ്. അപ്പോൾ ഈ കാണുന്ന ഈ സൈഡാണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ചാരം കെട്ടണം. അപ്പം ചാരം കെട്ടിയിട്ട് ഈ സൈഡും കണക്കാക്കി നമ്മൾ ചാരം കെട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഇവിടെയൊക്കെ ഇപ്പോൾ നമ്മൾ ചാരം കെട്ടിയിരിക്കുകയാണ്. ഇനി ഈ ഒരു സൈഡും കൂടി ചാരം കെട്ടി നമ്മളതിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഇതിനകം പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതുപോലെ ഈ വീഡിയോയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്, നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. ഞാനത് നെഗറ്റീവായിട്ട് വരുന്ന കമൻറ്റുകളൊന്നും ഞാൻ കാര്യമാക്കാറില്ല. കാരണം വീഡിയോ കാണുന്നവർ മനസ്സിലായി ഉള്ളവർ പോസിറ്റീവായിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്. വീഡിയോ കാണാതെ തന്നെയാണ് പല ആൾക്കാരും നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതായത് ഈ സൈഡിൽ നമ്മൾ ത്ലാത്തിൽ ക്രോസിന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പം ചാരം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയായതുകൊണ്ട് ഞങ്ങൾ രാവിലെ ടാർപ്പാളമൊക്കെ കൊണ്ടാണ് വന്നത്. കാരണം ക്ലയൻറ്റ് ഇറങ്ങിയിട്ടില്ല. ഞങ്ങളിന്ന് വർക്ക് ചെയ്യുന്നത് മഴയായതുകൊണ്ട് ഇന്ന് വർക്ക് വെക്കില്ല എന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചത്. പിന്നീട് വിളിച്ചപ്പോഴാണ് പറഞ്ഞാൽ ഞങ്ങളിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ടാർപ്പ എല്ലാം കൊണ്ടുവന്ന്, അതോ മഴ ഉറക്കുന്നെങ്കിൽ ടാർപ്പ ഇട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും ഏരിയ ഉണ്ട്, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മേശരിയേ ഉള്ളൂ. അപ്പം എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും എന്നറിയില്ല. മാക്സിമം പറ്റുന്ന രീതിയിൽ വർക്ക് ചെയ്യണം, അതാണ് നമ്മളെ കണക്കൂട്ടൽ. അപ്പോൾ അതിനുവേണ്ടി ചാന്ത് കൂട്ടുന്നുണ്ട്. അപ്പം ഇത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട്, ഗ്രൗട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലെ ഭിത്തി മുഴുവനും നല്ല ഉണങ്ങി കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഗ്രൗട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ രണ്ട് ഉപയോഗമുണ്ട്. ഒന്ന്, ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ ഈ ചാന്ത് അടിക്കുമ്പോൾ ചാന്ത് സെറ്റ് നല്ല പിടിച്ചിരിക്കും, അതായത് പൊട്ടിപ്പോവുകയൊന്നുമില്ല, നല്ല രീതിയിൽ പിടിച്ചിരിക്കും ഹോളോ ബ്രിക്സിൽ. രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത്, നമുക്കൊരു 20 അടി നീളത്തിന് വേണമെങ്കിലും നമുക്ക് ചാന്ത്, അതായത് സിമൻറ്റ് നമുക്ക് മിക്സ് ചെയ്ത് അടിച്ച് വെക്കാം. ഇത് ഉണങ്ങില്ല, പെട്ടെന്ന് ഉണങ്ങില്ല. മറ്റേത് നമ്മൾ കുറച്ചൊക്കെ അടിച്ച് ചാന്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് സ്പീഡിന് നടക്കില്ല. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങറ്റം വരെ ഗ്രൗട്ട് ഒഴിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ കണക്കൂട്ടിയിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന വർക്ക് ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എളുപ്പത്തിന്, അതായത് പെട്ടെന്ന് എങ്ങനെ പ്ലാസ്റ്ററിങ് ചെയ്യാം, അത് ഒരു മേശരി ആയാലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഐഡിയ തന്നെയാണിത്. കാരണം നമ്മൾ റൂമിനകത്ത് പ്ലാസ്റ്റർ ചെയ്യും പോലെ അല്ല പുറത്ത്. റൂമിനകത്താണെങ്കിൽ നമുക്ക് ഓടി നടന്ന് വർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ ഔട്ട് സൈഡ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ പറ്റില്ല. കാരണം ചാരത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുമ്പോൾ അത്രയ്ക്ക് വർക്ക് നടക്കില്ല. കാരണം ചാന്ത് കൊണ്ടുവന്ന് മേടിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നമ്മൾ ഈ തറയിൽ നിന്ന് ചെയ്യും പോലെ നമുക്ക് ഹൈറ്റിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അകത്തു നിന്ന് ചെയ്യുന്ന ആ ഒരു സ്പീഡ് നമുക്ക് പുറത്തുനിന്ന് കിട്ടില്ല. അപ്പോൾ നമ്മൾ വർക്ക് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ഐഡിയ ചെയ്യുന്നത്. അതായത് ഗ്രൗട്ട് ഒഴിച്ചിട്ട് നല്ല ലൂസ് ചാന്ത് തന്നെയാണ് അടിക്കുന്നത്. അപ്പം ഈ സിമൻറ്റ് മിക്സ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് 5-1. അതായത് 5 ചട്ടി മണൽ, 1 ചട്ടി സിമൻറ്റ്. ഇത് കുട്ടക്കണക്കിനാണ് ഇടുന്നെങ്കിൽ 10 കുട്ട മണൽ, 1 പാക്കറ്റ് സിമൻറ്റ്. ആ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചു പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ സിമൻറ്റ് മിക്സ് ചെയ്യുന്ന രീതി എത്രയാണെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇതിലിടുന്ന വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റും കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ചുള്ള വീഡിയോകളാണ്. അപ്പോൾ നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന വീഡിയോകൾ ഇതിലുണ്ട്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ, ആ ബെൽ ബട്ടണുകൾ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അത് നെഗറ്റീവായിരുന്നാലും പോസിറ്റീവായിരുന്നാലും ഞാൻ ഒരേ രീതിയിലേ എടുക്കത്തുള്ളൂ. അതിന് എനിക്ക് അറിയാവുന്ന മറുപടിയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ സാധാരണയൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മളൊരു 5 അടി 6 അടി അല്ലെങ്കിൽ 10 അടി നീളത്തിനൊക്കെയാണ് നമ്മൾ ചാന്ത് അടിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മാക്സിമം ഒരു 20 അടിയെങ്കിലും നീളത്തിന് അടിക്കണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് നമുക്ക് ഒരു വർക്ക് തീർത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കിട്ടുന്ന സമയം വേസ്റ്റ് ആക്കാതെ എത്രത്തോളം വർക്ക് സ്പീഡിന് ചെയ്യാൻ പറ്റുമോ അത്രയും സ്പീഡിന് ഞങ്ങൾ ചെയ്യാൻ നോക്കും. കാരണം ഒരു മേശരി ആണെങ്കിലും 2 ഹെൽപ്പറുണ്ട്. കാരണം നമുക്ക് ചാന്തൊക്കെ കൊണ്ടുവരാൻ അകത്തുനിന്നാണ് ചാന്ത് കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ 2 ഹെൽപ്പർ മാക്സിമം വേണം. ചെറിയ വർക്കുകളാണെങ്കിൽ നമുക്ക് ഒരു ഹെൽപ്പറിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പം ഞാൻ ഇത്രയും ഏരിയ ചാന്ത് ഒറ്റ അടിക്ക് അടിച്ചിട്ടിരിക്കുകയാണ്.
നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ഇതാകുമ്പോൾ ഗ്രൗട്ട് ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി പിടിക്കില്ല, പതുക്കെ ഉണങ്ങും. ഞങ്ങൾ ഒരു പകുതി മുഴക്കോലിട്ട് അത് ലെവൽ ചെയ്ത് വരുമ്പോഴത്തേക്കും അടുത്ത പകുതി പരുവായി നല്ല പണി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിടക്കും. അപ്പോൾ വർക്ക് നല്ല സ്പീഡിൽ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിൽ നടക്കും. അതായത് 2 മേസ്തിരി നിന്നാലും 1 മേസ്തിരി നിന്നാലും സെയിം വർക്കേ നടക്കത്തുള്ളൂ. കാരണം 2 മേസ്തിരി നിൽക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് മാത്രമേ ചാന്തടിച്ച് ചെയ്യാൻ പറ്റൂ. 1 മേശിരിയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ മാക്സിമം വർക്ക് ഒരുപാട് വർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്യും. പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ കേട്ടോ. കാരണം ഇവിടെ പുട്ടിയൊന്നും ഇടുന്നതല്ല. അപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് തേക്കുന്നതിലും തേപ്പിലും നല്ല ഫിനിഷിങ് ആയിരിക്കണം. കാരണം എങ്ങനെയെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒരാൾ വന്ന് കണ്ടാൽ കുറ്റം പറയരുത്, ആ രീതിയിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി പറയണേ, ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നവരുണ്ട്. എൻ്റെ പഴയ വീഡിയോ, ഞാൻ ഇതിനകം പ്ലാസ്റ്റർ ചെയ്യുന്ന വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. എന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അതേ സപ്പോർട്ട് എനിക്ക് ഈ വീഡിയോയിലും കാണണം. കാരണം ഈ വീഡിയോ നിങ്ങളെ സപ്പോർട്ട് കാരണമാണ് ഞാൻ അടുത്ത വീഡിയോയിലോട്ട് ഇടാനുള്ള ആ ഒരു പ്രചോദനം എനിക്ക് കിട്ടുന്നത്. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ കാണാം, ചിലപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് ഇതുപോലത്തെ ഓരോ വീഡിയോകൾ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്യുക, ഒരു ലൈക്കും കൂടി ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇത്രയും പ്ലാസ്റ്ററും ചെയ്തു കൈപ്പാണിയിട്ട് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പം ഇതിപ്പോൾ നമുക്ക് ചുരുങ്ങിയ സമയം, അതായത് വീഡിയോ സ്പീഡായിട്ട് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സമയം അറിയാൻ പറ്റാത്തത്. ഞങ്ങൾ രാവിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമുക്കൊരു കണക്ക് കാണും. കാരണം ഞങ്ങൾക്ക് എത്ര ടാർഗറ്റ് ഉണ്ട്, അതായത് ഞങ്ങൾ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ എത്ര പ്ലാസ്റ്റർ ചെയ്ത് തീർക്കണം, എത്രത്തോളം വർക്ക് കാണിക്കണം എന്ന് ഞങ്ങൾ ആദ്യമേ ഒരു ഐഡിയ ചെയ്യും. അപ്പോൾ ആ ഐഡിയക്ക് അത്ര അടുത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും എത്തിക്കും. വൈകുന്നേരം നമ്മൾ വർക്ക് തീരുന്നതിന് മുമ്പ്, അതായത് ക്ലയൻറ്റ് വരുന്ന മുമ്പേ ഞങ്ങൾ എത്തിക്കും. ഇനി ഇത്രയും പോർഷനെ അടിക്കാനുള്ളൂ, പ്ലാസ്റ്റർ ചെയ്യാനുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആ സൈഡ് മുഴുവനും ചാന്തൊക്കെ അടിച്ച്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൽ കൂടി ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ വീഡിയോക്ക് ലെങ്ത് കൂടി പോകും. കാരണം എല്ലാ ആൾക്കാരും ഒരുപാട് ഈ വീഡിയോ ഫുള്ള് കാണണമെന്നില്ല. അവർ കുറച്ച് നേരം കണ്ടിട്ട് അവരെ സ്കിപ്പ് ചെയ്തും കളയും. അപ്പോൾ അങ്ങനെ അവർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ വലിച്ച് നീട്ടാത്തത്. പിന്നെ ഇതിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് 30 സെക്കൻഡും ഉണ്ട്. അപ്പോൾ അത് തന്നെ ലെങ്ത് കൂടുതലാണ്. പക്ഷേ എനിക്കതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം നമ്മൾ വീട് പണി ചെയ്യുമ്പോഴായാലും വർക്ക് ചെയ്യുമ്പോഴായിരുന്നാലും നമുക്ക് അറിയണമല്ലോ. കാരണം ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വർക്ക് സ്പീഡിന് പോകും എന്ന് ചില ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒന്നും മാറ്റാതെ കംപ്ലീറ്റ് ഇതിൽ ഉൾക്കൊള്ളിച്ചത്. കാരണം ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറിയാം. കാരണം നമ്മളിതിപ്പോൾ ഇത്രയും ഭാഗം പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങ് എൻഡ് തൊട്ട് ഇങ്ങ് എൻഡ് വരെ കംപ്ലീറ്റ് ഞങ്ങൾ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഒരു എയറോൾ പിടിക്കാനുണ്ട്, എയറോൾ പിടിച്ചു. അങ്ങ് എൻഡ് വരെ ഞങ്ങൾ പ്ലാസ്റ്റർ ചെയ്ത്. അപ്പോൾ ഇനി നമുക്ക് ചാരത്തിൻ്റെ ആവശ്യമില്ല, ഇനി തറയിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തറയിൽ നിന്ന് ഇതുപോലെ തന്നെയാണ് ഫുൾ ഗ്രൗട്ട് ഒഴിച്ച് ഞങ്ങൾ മൊത്തം ചാന്ത് കോരി അടിക്കുകയാണ്. അപ്പം മൊത്തം ചാന്ത് കോരി അടിക്കാം. ചാന്തെന്ന് പറയണത് ഞങ്ങൾ തിരുവനന്തപുരത്ത് ചാന്തെന്നാണ് പറയുന്നത് കേട്ടോ. ചിലയിടത്ത് മസാല എന്ന് പറയും, ചിലയിടത്ത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചാന്തെന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും മനസ്സിലാവാറില്ല. അവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചാന്തെന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഈ സിമൻറ്റും മണലുമായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുന്നതിനാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് ചാന്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടാൽ ഒരുപാട് ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊതുവെ മലയാളികൾ മടിയന്മാരാണ്, വർക്ക് ചെയ്യില്ല, കള്ളന്മാരാണെന്നൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, പണി ചെയ്യുന്ന മലയാളികൾ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം നിങ്ങൾ പണി ചെയ്യുന്ന മലയാളികൾക്ക് കൊടുക്കാതെ പണി ചെയ്യാത്ത മലയാളികൾക്ക് കൊണ്ട് വർക്ക് കൊടുക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അബദ്ധങ്ങൾ പറ്റുന്നതും ഇതുപോലത്തെ കമൻറ്റുകൾ ഇടുന്നത്. ഞങ്ങളിപ്പോൾ ഇത് കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് കംപ്ലീറ്റും ഇപ്പോൾ സമയം ഏകദേശം 4:45. ഇത് നമ്മൾ ഈ കംപ്ലീറ്റ് ഇനി ഇതിൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൽ ഗ്രൗട്ട് വയ്ക്കണം. അതായത് താഴെന്ന് ഒരു 1.5 അടി പൊക്കത്തിന് നമ്മൾ ഗ്രൗട്ട് വയ്ക്കും. ആ ഗ്രൗട്ട് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം മഴ പെയ്ത് വെള്ളം തറ വീഴുമ്പോൾ ഈ ചെവറിൽ വെള്ളം പിടിക്കുമ്പോൾ അതിൻ്റെ ഈർപ്പം അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രൗട്ട് വയ്ക്കുന്നത്. അത് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്യുമോ എന്നറിയില്ല, പക്ഷെ ഞങ്ങൾ ചെയ്യും കേട്ടോ. ഞങ്ങൾ കംപ്ലീറ്റും ഇതുപോലെ നല്ല ലൂസ് ഗ്രൗട്ട് എടുത്തിട്ട് പത്രയ്ക്ക് തേച്ച് കംപ്ലീറ്റും വെച്ചതിന് ശേഷം ബ്രഷിനൊന്ന് ആറ്റിയെടുക്കുമ്പോൾ വെള്ളം ഈർപ്പം അതിൽ പിടിക്കില്ല. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നത്. ചില ആൾക്കാർ ചെയ്യും, ഈ സെൻസറിൻ്റെ മേളിലൊക്കെ ചെയ്യും, ചില ആൾക്കാർ ചെയ്യില്ല. അപ്പം ഒരു കണക്കിന് ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ്. കാരണം
ഈർപ്പം ഒരുവിധം നമുക്ക് ഈർപ്പം അകത്തോട്ട് പിടിക്കില്ല, ഒരുപാട് ഉപയോഗമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഇതേ ഒരു ടെക്നിക്ക് ചെയ്ത് നോക്ക്. അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ മാക്സിമം എത്രത്തോളം നമുക്ക് ഗ്രൗട്ട് ഒഴിച്ച് ചാന്ത് പ്ലാസ്റ്റർ ചെയ്യാൻ കഴിയുമോ അത്രത്തോളം അടിച്ചു കഴിഞ്ഞ് നമ്മൾ ഓരോ സൈഡും തീർത്ത് വന്നാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്തിൽ വിചാരിച്ചേക്കാളും വർക്ക് നമുക്ക് തീർക്കാൻ കഴിയും. ഇപ്പോൾ ഞാനൊരു മേസ്തിരി നിന്ന് ഇത്രയും ചെയ്തു, പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനേക്കാളും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. വർക്ക് കുറച്ച് ചെയ്യുന്ന ആൾക്കാർ